LDFിനെതിരെ പരിഹാസ പോസ്റ്റുമായി ബിഗ് ബോസ് താരവും സംവിധായകനുമായ അഖിൽ മാരാർ രംഗത്ത്. ഈ നാട് ആരു ഭരിക്കണമെന്ന് മതേതര ബോധമുള്ള മനുഷ്യർ തീരുമാനിക്കുമെന്നും കമ്മ്യൂണിസ്റ്റ് മൂല്യമുള്ള ജനത പിണറായി വിജയനെ ആട്ടിയിറക്കുന്നുവെന്നതാണ് ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ നേട്ടമെന്നും അഖിൽ ഫേസ്ബുക്കിൽ കുറിച്ചു. അഖിൽ മാരാർ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: സ്വർണം കട്ടവനാരപ്പ, സഖാക്കളാണേ അയ്യപ്പ. ഈ നാട് ആരു ഭരിക്കണമെന്ന് മതേതര ബോധമുള്ള മനുഷ്യർ തീരുമാനിക്കും. കമ്മ്യൂണിസ്റ്റ് മൂല്യമുള്ള ജനത പിണറായി വിജയനെ ആട്ടിയിറക്കുന്നുവെന്നതാണ് ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ നേട്ടം. വിജയം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്ത് മുന്നേറാൻ പോരാളികൾക്ക് കഴിയട്ടെ. എല്ലാവിധ ആശംസകളുമെന്ന് അഖിൽ മാരാർ കുറിച്ചു. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിലെ LDFിന്റെ കനത്ത തോൽവിക്ക് പിന്നാലെ മേയർ ആര്യ രാജേന്ദ്രനെതിരെ ആദ്യത്തെ വെടി പൊട്ടിച്ചിരിക്കുന്നത് മുൻ CPM കൗൺസിലർ കൂടിയായ ഗായത്രി ബാബുവാണ്. ഫേസ്ബുക്കിലൂടെയാണ് ഗായത്രിയുടെ വിമർശനം. ജനകീയത ഇല്ലാതാക്കിയത് തിരിച്ചടിയായി എന്നും കരിയർ ബിൽഡിങ്ങിനുള്ള കോക്കസാക്കി സ്വന്തം ഓഫീസിനെ മേയർ മാറ്റിയെന്നും പാർട്ടിയേക്കാൾ വലുത് എന്ന ഭാവവും അധികാരത്തിൽ താഴെയുള്ളവരോടുള്ള പുച്ഛവും വിനയായി എന്നുമാണ് ഗായത്രി ബാബുവിന്റെ വിമർശനം. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ആര്യ രാജേന്ദ്രൻ LDFിന്റെ ജനകീയത ഇല്ലാതാക്കിയെന്ന് ഗായത്രി ബാബു പറഞ്ഞു. വിവാദമായതോടുകൂടി ഫേസ്ബുക്ക് പോസ്റ്റ് അവർ ഡിലീറ്റ് ചെയ്തു. അടിസ്ഥാനപരമായ കാര്യങ്ങൾ അവഗണിച്ചു. ഇവയെല്ലാം ഒഴിവാക്കിയിരുന്നുവെങ്കിൽ ഇത്ര കനത്തിലാകുമായിരുന്നില്ല തിരിച്ചടി. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു ഗായത്രി ബാബു. എന്തായാലും ജനകീയ പ്രവർത്തനത്തിലൂടെ വരും കാലം കോർപ്പറേഷൻ പാർട്ടി തിരിച്ചെടുക്കുക തന്നെ ചെയ്യുമെന്ന് ഗായത്രി ബാബു പറയുന്നു. ആര്യ രാജേന്ദ്രന് അധികാരപരമായി താഴ്ന്നവരോടുള്ള പുച്ഛവും കരിയർ ബിൽഡിങ്ങിനുള്ള കോക്കസാക്കി സ്വന്തം ഓഫീസ് മാറ്റിയെന്നും ഗായത്രി ബാബു ഫേസ്ബുക്കിൽ കുറിച്ചു. പ്രാദേശിക നേതാക്കളുടെയും സഖാക്കളുടെയും ആവശ്യങ്ങൾ കേൾക്കാനുള്ള പരിഗണനയെങ്കിലും കാണിച്ചിരുന്നുവെങ്കിൽ തിരിച്ചടി ഇത്ര കനത്തിലാകുമായിരുന്നില്ല എന്ന് ഗായത്രി പറയുന്നു. LDFിന്റെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെയാണ് മേയറുടെ പേരോ സ്ഥാനമോ എടുത്തു പറയാതെയുള്ള ഈ വിമർശനം. മേയർ ആര്യ രാജേന്ദ്രന്റെ ഭരണസമിതിയിൽ വഞ്ചിയൂർ വാർഡിൽ നിന്നുമുള്ള കൗൺസിലറായിരുന്നു ഗായത്രി ബാബു. ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നീട് പിൻവലിച്ചുവെങ്കിലും രൂക്ഷമായ വിമർശനമാണ് ആര്യ രാജേന്ദ്രനെതിരെ ഉയരുന്നത്. ഗായത്രി ബാബുവിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഏത് തിരിച്ചടിയിലും ഇടതുപക്ഷത്തെ ചേർത്ത് പിടിച്ച കോർപ്പറേഷനാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിൽ കോർപ്പറേഷൻ ഒഴികെ ബാക്കി എല്ലാ നഗരസഭകളിലും LDFിന് ലീഡുണ്ട്. ജില്ലാ പഞ്ചായത്ത് നിലനിർത്താനും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും മറ്റ് 2 മുന്നണിയേക്കാൾ അധികം ഭരണസമിതി LDFിനുണ്ട്. അതായത് പാർട്ടിയുടെ ജില്ലയിലെ പ്രവർത്തനം സംഘടനാപരമായി മികച്ചതാണ് എന്നർത്ഥം. അതേസമയം കോർപ്പറേഷനിലാകട്ടെ LDF വിജയിച്ച വാർഡുകളിൽ ഏകദേശം എല്ലാം വ്യക്തിബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. കോർപ്പറേഷൻ ജനങ്ങളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സംവിധാനമാണ്. ജനങ്ങളോട് ഇഴുകിച്ചേർന്ന് വേണം പ്രവർത്തിക്കാൻ. ഏത് മുക്കിലും മൂലയിലും സധൈര്യം ഇറങ്ങിച്ചെല്ലാൻ മുൻപുള്ള മേയർമാർക്കും അവരുണ്ടാക്കിയ ടീമിനും കഴിഞ്ഞിരുന്നത് ഈ ജൈവനാഡി ബന്ധത്തിലാണ്. ആ ജനകീയതയാണ് നഗരത്തിലെ പാർലമെന്ററി പ്രവർത്തനത്തിൽ LDFിനെ മുന്നോട്ട് നയിച്ചത്. ഇക്കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ ജനകീയതയാണ് ഇല്ലാതായത്. പാർട്ടിയേക്കാൾ വലുതാണ് എന്ന ഭാവവും അധികാരപരമായി തന്നെക്കാൾ താഴ്ന്നവരോടുള്ള പുച്ഛവും അധികാരപരമായി മുകളിലുള്ളവരെ കാണുമ്പോൾ മാത്രമുള്ള അതിവിനയവും ഉൾപ്പെടെ കരിയർ ബിൽഡിങ്ങിനുള്ള കോക്കസാക്കി സ്വന്തം ഓഫീസ് മാറ്റിയെടുത്ത സമയം തന്നെ കാണാൻ പുറത്തു വന്നിരിക്കുന്ന 4 ആളെ കാണാൻ കൂട്ടാക്കിയിരുന്നുവെങ്കിൽ പ്രാദേശിക നേതാക്കളുടെയും സഖാക്കളുടെയും ആവശ്യങ്ങൾ കേൾക്കാനുള്ള പരിഗണനയെങ്കിലും കാണിച്ചിരുന്നുവെങ്കിൽ കൗൺസിലിനുള്ളിൽ തന്നെ ഒരു നല്ലൊരു ടീം ഉണ്ടാക്കിയെടുത്തിരുന്നുവെങ്കിൽ കുറഞ്ഞ പക്ഷം ഇത്ര കനത്തിലാകുമായിരുന്നില്ല തിരിച്ചടി. ജനങ്ങളെ വെറുപ്പിച്ചു. അനിവാര്യമായ തോൽവി തന്നെയാണ് ഇത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തലസ്ഥാന കോർപ്പറേഷൻ NDAയുടെ കൈകളിലേക്ക് എത്തുന്നത്. ഏറെക്കുറെ അരനൂറ്റാണ്ടോളം തുടർച്ചയായി കോർപ്പറേഷൻ ഭരണം കൈയാളിയിരുന്ന LDFിന് തിരഞ്ഞെടുപ്പ് ഫലം കനത്ത തിരിച്ചടിയായി. നഗരസഭ കൈപ്പിടിയിൽ ഒതുക്കാൻ വാർഡുകൾ വെട്ടിമുറിച്ചും കൂട്ടിച്ചേർത്തും വളഞ്ഞ വഴികൾ പലതും സംസ്ഥാന ഭരണത്തിന്റെ പിന്തുണയോടുകൂടി ചെയ്തു കൂട്ടിയെങ്കിലും ജനവിധിയെ സ്വാധീനിക്കാൻ അതിനൊന്നും തന്നെ കഴിഞ്ഞില്ല. മാറാത്തത് മാറുമെന്ന NDAയുടെ മുദ്രാവാക്യം അക്ഷരാർത്ഥത്തിൽ ശരിയാവുകയായിരുന്നു. നിലവിലെ കോർപ്പറേഷൻ ഭരണത്തോടുള്ള ജനങ്ങളുടെ എതിർപ്പാണ് ഇടതുമുന്നണിയുടെ ദയനീയമായ പരാജയത്തിന് കാരണം.